11 4:30 6000 പേരുടെ മുമ്പിൽ ഭാരതത്തിൻ്റെ പ്രതിനിധിയായി 33 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് പ്രസംഗിക്കാൻ കയറുകയാണ്. ബ്രിട്ടീഷുകാർ സായിപ്പന്മാരെല്ലാം കളിയാക്കാൻ തയ്യാറായിരിക്കുകയാണ്. തങ്ങളുടെ മതമാണ് സർവോത്കൃഷ്ടം എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി നടത്തിയ സമ്മേളനത്തിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവേകാനന്ദൻ തൻ്റെ വായ്ത്താരി തൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്ക്, അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ. അതുവരെ പ്രസംഗിച്ചവരെല്ലാം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻസ് എന്ന ഇംഗ്ലീഷിൻ്റെ പതിവ് ഉപചാര ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ഹൃദയത്തെ തൊടുന്ന മധുരമായ ശബ്ദം കൊണ്ട് 6000 പേരെ ഇളക്കി മറിച്ചു. 5 മിനിറ്റ് നിലയ്ക്കാത്ത കരഘോഷം, 3 മിനിറ്റ് നന്ദി പ്രസംഗം. എ സൈക്ലോണിക് ഹിന്ദുസൈറ്റ് എന്ന് പിറ്റേന്ന് അമേരിക്കയിലെ ദിനപത്രങ്ങളിലെല്ലാം സ്വാമിജിയുടെ പൂർണ്ണകായ ചിത്രം അച്ചടിച്ചു. കൊടുങ്കാറ്റ് പോലത്തെ ഹിന്ദു സന്യാസി, ഭാരതം എന്താണ് എന്ന് അദ്ദേഹം ആ വിദേശികളുടെ മുന്നിൽ സ്ഥാപിച്ചു. മാതൃഭൂമിയുടെ മുഖം സമുജ്വലമാക്കി. 4 വർഷം വിദേശത്ത് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. 1897 അദ്ദേഹം കൊളംബിൽ സിലോണിൽ കപ്പലിറങ്ങി. ജന്മനാട് വിട്ടിട്ട് 4 വർഷമായി. ആ വേദന കൊണ്ട് ജന്മഭൂമിയിൽ പാദം പതിഞ്ഞ നിമിഷം ആ പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. രാമനാട്ടിലെ രാജാവ് ഭാസ്കര സേതുപതി വിവേകാനന്ദനെ ഒരു രഥത്തിലിരുത്തി തൻ്റെ ഗുരുവിനോടുള്ള അദമ്യമായ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് കുതിരവണ്ടി സ്വയം വലിച്ചു. അങ്ങനെ കൊളംബോ മുതൽ ഹിമാലയത്തിൻ്റെ അൽമോറ വരെ കണ്ട ജനക്കൂട്ടത്തെ മുഴുവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇനി അടുത്ത 50 കൊല്ലക്കാലത്തേക്ക് ഭാരതമാതാകട്ടെ നിങ്ങളുടെ ആരാധ്യ ദേവത. 1897 സ്വാമിജി പ്രഖ്യാപിച്ചു. 1947 കൃത്യം 50 വർഷം കഴിഞ്ഞപ്പോൾ ഭാരതം സ്വതന്ത്രമായി. അങ്ങനെ സ്വാമിജി 20-ൽ പരം അസുഖങ്ങൾ അഗ്നിബാധയിലൂടെ നഗ്നബാധനായി നടന്നു. 39 വർഷവും 5 മാസവും 24 ദിവസവും മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ. 40 ആണ്ട് തികയും മുമ്പ് മഹാരോഗത്തിന് പിടിപെട്ട് ആരും അറിയാതെ പെട്ടെന്ന് നമ്മളെ വിട്ടു പോവുകയും ചെയ്തു. 1980 അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ യൂത്ത് ഐക്കൺ, ഭാരതീയ യുവത്വത്തിൻ്റെ പ്രതീകമായി സ്വാമിജിയുടെ ജന്മദിനത്തെ ഉദ്ഘോഷിച്ചു, പ്രബോധനം കൊടുത്തു. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം ഭാരതത്തിൻ്റെ ദേശീയ യുവജന ദിനമായി. ഇരുമ്പിൻ കരുത്തുള്ള മാംസപേശികളും ഉരുക്കിൻ ശിരാതന്തുക്കളുമാണ് നമുക്ക് ആവശ്യം. കരയരുത്, കണ്ട നായ്ക്കുട്ടികളുടെ കുര കേട്ട് ഭയപ്പെടരുത്, ഇടുത്തി വീണാൽ പോലും ഭയപ്പെടരുത്. ഇങ്ങനെ യുവത്വത്തെ എപ്പോഴും ജ്വലിപ്പിച്ചു കൊണ്ടിരുന്ന, എനിക്ക് ഇച്ഛാശക്തിയും മനസ്ഥൈര്യവും നിശ്ചയദാർഢ്യമുള്ള 100 പേരെ തരൂ, ഞാൻ ഈ ലോകത്തെ തന്നെ വട്ടമടിക്കാം. അങ്ങനെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര രണഭൂമിയിൽ നമ്മുടെ ധീരദേശാഭിമാനികളെ ഉണർത്തിവിട്ട ശബ്ദമാണ് വിവേകാനന്ദൻ്റെ. മഹാത്മജി പറഞ്ഞ ഒരു രാഷ്ട്രപിതാവ്, എനിക്കെൻ്റെ ജന്മനാളായ ഭാരതത്തോടുള്ള ഭക്തിയും ശുദ്ധിയും മമതയും വിവേകാനന്ദ സാഹിത്യം വായിച്ചതോടെ 1000 മടങ്ങ് വർദ്ധിച്ചു. ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറക്കിവിട്ട വാഗ്വൈഖരിയാണ് സ്വാമി വിവേകാനന്ദൻ്റേത്. ഒരു വിവേകാനന്ദൻ ജനിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഗാന്ധിജി ജനിക്കില്ലായിരുന്നു, നമ്മുടെ ഭാരതം സ്വതന്ത്രമാകില്ലായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവെങ്കിൽ സ്വാമി വിവേകാനന്ദൻ നമ്മുടെ രാഷ്ട്രപിതാമഹനാണ്. അതുകൊണ്ട് ഭാരതത്തെ അറിയുവാൻ സ്വാമിജി അറിയുക. സ്വാമിജിയിലുള്ളതെല്ലാം പോസിറ്റീവാണ്, സാധകമാണ്, നെഗറ്റീവ്സ് ഒന്നുമില്ല. ആ സ്വാമി വിവേകാനന്ദനെ നിങ്ങളുടെ മുന്നിൽ മധുരമായി മനോഹരമായി അവതരിപ്പിക്കുകയാണ് നമ്മുടെ ഈ വർഷത്തെ ഈ സ്കൂൾ ആനുവൽ ഡേയിൽ.